തിരുവനന്തപുരം നഗരസഭാ കൗൺസിലറായിരുന്ന തിരുമല അനിലിന്റെ മരണത്തിൽ നേതൃത്വത്തെ വിമർശിച്ച തിരുവനന്തപുരത്തെ ബി.ജെ.പി. നേതാവ് എം.എസ്. കുമാർ. സുലേഖ ശശികുമാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സുലേഖ, ഒരു തരത്തിലും ബി.ജെ.പി. നേതൃത്വം ഈ മരണം സംഭവിച്ചതിന് ശേഷം ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തതിന് ശേഷം ഒക്കെ ബി.ജെ.പി. നേതാക്കളോട് പ്രതികരണം ആരാഞ്ഞപ്പോൾ ഒരു തരത്തിലും അതിനെ അഡ്രസ്സ് ചെയ്യാനോ അത് സമ്മതിക്കാനോ ഏതെങ്കിലും തരത്തിൽ ആ കുടുംബവുമായി ചേർന്ന് നിൽക്കാനോ ബി.ജെ.പി. നേതാക്കൾ തയ്യാറായിരുന്നില്ല എന്നത് മാത്രമല്ല, തിരുമല അനിൽകുമാറിനെ തള്ളിപ്പറയുന്ന നിലപാട് വരെ അവർ സ്വീകരിച്ചിരുന്നു. ഇപ്പോഴിതാ ബി.ജെ.പി. കൗൺസിലറാണ് തിരുമല അനിലിന്റെ മരണത്തിൽ ആത്മഹത്യയിൽ ബി.ജെ.പി. നേതൃത്വത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. ഏത് സാഹചര്യത്തിൽ എന്താണ് അദ്ദേഹം പറയുന്നത്? ഈ തിരുമല അനിലിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ വലിയ വിമർശനം അത് ബി.ജെ.പി. നേതൃത്വത്തിനെതിരെ ആദ്യഘട്ടത്തിൽ തന്നെ ഉയർന്നു വന്നിരുന്നു. പിന്നാലെ ഇത്തരത്തിൽ ഈ ഓരോ ഘട്ടത്തിലും ബി.ജെ.പി. നേതാക്കളായിട്ടുള്ള ബി.ജെ.പി. അധ്യക്ഷനടക്കം ഓരോ ആൾക്കാരും ഈ തിരുമല അനിലിന്റെ മരണവുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ തേടുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പിന്നീട് ഇപ്പോൾ ഇതാ ഇന്ന് ഇത്തരത്തിൽ ബി.ജെ.പി. നേതാവ് തന്നെ തിരുവനന്തപുരത്തെ ബി.ജെ.പി. നേതാവായിട്ടുള്ള എം.എസ്. കുമാർ തന്നെ ഇത്തരത്തിൽ ഈ നേതൃത്വത്തിനെതിരെ രംഗത്ത് വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ഇത്തരത്തിൽ നേതൃത്വത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം എം.എസ്. കുമാർ ഉന്നയിച്ചിട്ടുള്ളത്. ബി.ജെ.പി. നേതൃത്വത്തിന് ബി.ജെ.പി. പാർട്ടിക്ക് ഈ തിരുമല അനിലിന്റെ മരണത്തിൽ പങ്കുണ്ട് എന്നുള്ളത് തന്നെയാണ് എം.എസ്. കുമാറിന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത്. സൊസൈറ്റിയിൽ നിന്ന് ഫാംസോ സൊസൈറ്റി എന്ന് പറയുന്ന തിരുമല അനിൽ ഭാരവാഹിയായിട്ടുള്ള ഈ സൊസൈറ്റിയിൽ നിന്ന് പണം വായ്പയെടുത്തവരിൽ 70% ബി.ജെ.പിക്കാരാണ്. ഇതിൽ തിരിച്ചടയ്ക്കാത്തവരിൽ 90% പേരും ഈ ബി.ജെ.പി. പാർട്ടിയുടെ അനുഭവമുള്ള പാർട്ടി നേതാക്കൾ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ്. ഈ തിരിച്ചടയ്ക്കാത്തവരിൽ സംസ്ഥാന നേതൃത്വത്തിൽ അടക്കമുള്ള സെൽ കൺവീനർമാർ അടക്കമുള്ള ആളുകൾ ഉണ്ട് എന്നത് തന്നെയാണ് ഈ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ എം.എസ്. കുമാർ പറഞ്ഞു വെക്കുന്നത്. ഇത്തരത്തിൽ വായ്പ എടുത്തവരെ കൊണ്ട് അത് തിരിച്ചടപ്പിക്കാനുള്ള ഒരു കാര്യങ്ങൾ ചെയ്യാൻ പാർട്ടിക്ക് കഴിയുമായിരുന്നു. പക്ഷേ അതുപോലും ചെയ്യാത്തൊരു സാഹചര്യത്തിലാണ് തിരുമല അനിൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കാശ് കൊടുക്കേണ്ടെങ്കിലും ഇത്തരത്തിൽ വായ്പ തിരിച്ചടയ്ക്കാനുള്ള ഒരു നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ തന്നെയും നേതൃത്വത്തിന് ചെയ്യാമായിരുന്നു. പക്ഷേ അതൊന്നും തന്നെ നേതൃത്വം ചെയ്തിരുന്നില്ല എന്നത് തന്നെയാണ് എം.എസ്. കുമാർ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറയുന്നത്. അല്പസമയം മുൻപാണ് ഇത്തരത്തിൽ എം.എസ്. കുമാർ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഇക്കാര്യങ്ങളൊക്കെ തന്നെയും വ്യക്തമാക്കിയിട്ടുള്ളത്. പാർട്ടി സഹായിച്ചിരുന്നെങ്കിൽ അനിൽകുമാറിന് ഒരിക്കലും ആത്മഹത്യ ചെയ്യേണ്ടി വരില്ലായിരുന്നു എന്നതും ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെ മരിച്ചു കഴിഞ്ഞ നെഞ്ചത്ത് റീത്ത് വെക്കുന്നത് അത് രാഷ്ട്രീയ പ്രവർത്തനമല്ല എന്നുള്ള വലിയ വിമർശനമാണ് അനിൽകുമാർ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറഞ്ഞു വെച്ചത്. അതിനൊപ്പം തന്നെ ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ ഈ പറയുന്ന നേതാക്കളുടെ പേര് വരുന്ന ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പുറത്തുവിടുമെന്നുള്ള ഒരു കാര്യവും എം.എസ്. കുമാർ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ തിരുമല അനിലിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട നേതൃത്വത്തിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അത്തരത്തിൽ ഈ ആരോപണം ഉയർന്ന ഘട്ടത്തിലൊക്കെ തന്നെയും അതിനെ എതിർക്കുന്ന അല്ലെങ്കിൽ അതിനോട് മുഖം കാണിക്കാത്ത രീതിയിലുള്ള നിലപാടായിരുന്നു നേതൃത്വത്തിനുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ബി.ജെ.പി. അകത്ത് നിന്നുള്ള ഒരു വ്യക്തി തന്നെ, ഒരു നേതാവ് തന്നെ തിരുമല അനിലിന്റെ മരണത്തിൽ അത് പാർട്ടിക്ക് പങ്കുണ്ട് എന്നത് വ്യക്തമാക്കുകയാണ് വിനീത.